പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസിൽ റിമാൻഡിലായ തെന്നിന്ത്യൻ സൂപ്പർ താരം നടൻ അല്ലു അർജുൻ ഇന്നലെയാണ് ജയിൽ മോചിതനായത്. ഒരു രാത്രി ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് അല്ലു അർജുൻ പുറത്തെത്തിയത്. എന്നാൽ എത്ര കേസുകളുടെ കുരുക്കിൽപ്പെട്ടാലും പുഷ്പയെയും അല്ലുവിനെയും സിനിമാ ലോകം കൈവിട്ടില്ല. അല്ലു അർജുനെതിരായ കേസ് സിനിമയെ ബാധിക്കുമോ എന്നായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. എന്നാൽ പുഷ്പ 2 തോറ്റില്ല. ചരിത്ര കുതിപ്പ് തുടരുകയാണ് അല്ലു അർജുൻ ചിത്രം. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് അല്ലു അർജുന്റെ പുഷ്പ. ചുരുങ്ങിയ ദിവസം കൊണ്ട് സിനിമ നേടിയത് 1000 കോടിയിലും അധികമാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ചിത്രം 1200 കോടിയോളം കളക്ട് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ. തെലുങ്ക് ഒറിജിനലിനെ വെല്ലുന്ന വിധം പണം വാരുന്നത് ഹിന്ദി മേഖല നിന്നാണെന്നും പറയപ്പെടുന്നു. ഒരു ബോളിവുഡ് ഒറിജിനൽ സിനിമയ്ക്ക് പോലും ലഭിക്കാത്ത ചരിത്ര നേട്ടമാണിത്. ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ എന്നിങ്ങനെ ബോളിവുഡിൽ കാലങ്ങളായി മുൻനിരയിൽ വിജയിച്ചിരുന്ന നടന്മാർക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത നേട്ടമാണ് അല്ലു അർജുൻ സ്വന്തമാക്കിയത്. 1000 കോടി പിന്നിട്ടു എന്നതല്ല ഇതിലെ ഹൈലൈറ്റ്. ഷാരൂഖ് ഖാന്റെ പടാനടക്കമുള്ള സിനിമകൾ അതിലും ഉയർന്ന ടോട്ടൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. എന്നാൽ പുഷ്പ ശ്രദ്ധേയമാകുന്നത് 1000 കോടി എന്ന മാന്ത്രിക സംഖ്യ കുറഞ്ഞ ദിവസം കൊണ്ട് സ്വന്തമാക്കി എന്നത് തന്നെയാണ്. അതിൽ സിംഹഭാഗവും ഹിന്ദി മേഖലയിലെ തിയേറ്ററുകളിൽ നിന്നായിരുന്നു എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. ഇവിടെ ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. ഏത് ഫിലിം ഇൻഡസ്ട്രിയിലും ഒരു നടന്റെ വിപണന മൂല്യം നിർണ്ണയിക്കുന്നതും അയാളെ സൂപ്പർ മെഗാസ്റ്റാർ തലങ്ങളിലേക്ക് എത്തിക്കുന്നതും ആ നായകന്റെ സിനിമയ്ക്ക് ലഭിക്കുന്ന ഇനീഷ്യൽ കളക്ഷനെ അടിസ്ഥാനമാക്കിയാണ്. സിനിമ നന്നായാലും മോശമായാലും നടന്റെ ജനപ്രീതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ് ഇനീഷ്യൽ. ഇന്ത്യയിൽ മറ്റൊരു താരത്തിനും ഇന്നേവരെ സാധിക്കാത്ത വിധത്തിൽ കേവലം 7 ദിവസം കൊണ്ട് 1000 കോടി എന്ന സംഖ്യ മറികടന്നാണ് അല്ലു അർജുൻ താരമായി വളർന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.